ഇന്നത്തെ റെസിപ്പി ഇഫ്താറിനൊക്കെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കി എടുക്കണേ നോക്കാം. ആദ്യം തന്നെ നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള ലൈം ജ്യൂസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ചേർത്തിട്ട് അടിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു ചെറുനാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഞാൻ നാരങ്ങയുടെ തൊലി അതിൻ്റെ വൈറ്റ് പാർട്ട് ഒട്ടും വരാതെ എടുത്തിട്ടുണ്ട്. അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പക്ഷേ അത് ചേർത്താൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. ഇനിയാണ് നമ്മൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ കണക്കിൽ നമ്മുടെ തേങ്ങാപ്പാലാണ് യൂസ് ചെയ്യുന്നത്. ഈ തേങ്ങാപ്പാൽ വെച്ചിട്ട് ലൈം ജ്യൂസ് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. വീണ്ടും നമ്മളിതിലേക്ക് ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതുപോലത്തെ നല്ല പഴുത്തൊരു കാന്താരി മുളക് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് പഴുത്ത കാന്താരി ഇല്ലയെന്നുണ്ടെങ്കിൽ പച്ച കാന്താരി മുളകായാലും മതി, അല്ലെങ്കിൽ സാധാരണ മുളകായാലും മതി. അപ്പോൾ അധികം എരിവ് കൂടി പോകരുത്, ഒരു ചെറുത് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാപ്പാലിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം കരിക്കിൻ്റെ പീസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടി നല്ല തിക്കായിട്ടുള്ള ഒരു ലൈം ജ്യൂസ് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും. ഇനി ഇതിലേക്ക് നമുക്ക് മധുരത്തിനായിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ 2 ഗ്ലാസ് ലൈം ജ്യൂസിൻ്റെ അളവാണ് കാണിക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് അളവിൽ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ബാക്കി വെള്ളം നമ്മൾ ലൈം ജ്യൂസ് അടിച്ചതിന് ശേഷമാണ് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഏകദേശം 1 നുള്ളു ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ലൈം ജ്യൂസ് തയ്യാറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കി വെള്ളം കൂടി വെച്ചിട്ട് ഒന്ന് അരിച്ചെടുക്കണം. ഞാനിതിപ്പോൾ അരിച്ചെടുത്തിട്ട് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഒഴിച്ച് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു കഷ്ണം ഇഞ്ചിയോ അല്ലെങ്കിൽ പുതിനയിലയൊക്കെ ചേർക്കാം കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഫ്ലേവർ അനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് സബ്ജ സീഡ് വെള്ളത്തിൽ കുതിർത്തിയതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ലൈം തയ്യാറായിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ ഫ്രണ്ട്സിനായിട്ട് ഷെയർ ചെയ്യാനായിട്ട് മറക്കല്ലേ. താങ്ക്